റിപ്പോർട്ടിന്റെ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. 5 ദിവസം ജോലി, ശമ്പളം 5 ലക്ഷം. ഞെട്ടിയോ? ഞെട്ടണ്ട. അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ അറ്റൻഡൻസ് രേഖകൾ റിപ്പോർട്ടിന് ലഭിച്ചു. 2 വർഷത്തെ അറ്റൻഡൻസ് രേഖകളിൽ ജയതിലക് IAS ജോലിക്ക് ഹാജരായത് 190 ദിവസം മാത്രം. മിക്ക മാസങ്ങളിലും 4, 5, 6, 7 അറ്റൻഡൻസ് ആണ് ജയതിലകിനുള്ളത്. 10 അറ്റൻഡൻസുകൾ തികഞ്ഞ മാസങ്ങൾ 12 മാത്രം, അതും 14, 15. നിയമസഭ ചേരുന്ന മാസങ്ങളിലാണിത്. സെക്രട്ടേറിയറ്റിന് പുറത്തു ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് രേഖപ്പെടുത്താൻ അധികാരമുള്ള അതർ ഡ്യൂട്ടി എന്ന OD-യാണ് എല്ലാ മാസവും ജയലളിത രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിയമസഭാ കമ്മിറ്റികളിൽ നിന്ന് പോലും അവസാന നിമിഷം മാറി നിൽക്കുന്നത് N. പ്രശാന്ത് IAS ഫയലിൽ കുറിച്ചിരുന്നു. TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, ഈ അതർ ഡ്യൂട്ടി എടുത്ത് ഇങ്ങനെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാവുന്നത് എത്രമാത്രം ആരോഗ്യകരമായ ഒരു കീഴ്വഴക്കമാണ് ഈ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം? മുതിർന്ന ഉദ്യോഗസ്ഥനായ ജയതിലക് ഇതേപോലെ ഓഫീസിൽ വരാതെ പുറത്തെ ഡ്യൂട്ടികളിലാണ് കൂടുതൽ സമയവും ചെലവഴിച്ചതെന്ന് പറയുമ്പോൾ അത് അനധികൃതമായിട്ടാണോ, അതിന് പിൻബലമുണ്ടോ, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്തായാലും അറ്റൻഡൻസ് വിവാദം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോൾ പുറത്തുവിടുന്ന ഈ അറ്റൻഡൻസ് രജിസ്റ്ററും ചില കാര്യങ്ങൾ ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പര്യാപ്തമാകുമെന്ന് ഉറപ്പാണ്. TV പ്രസാദ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അറ്റൻഡൻസ് 190 ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത കുറവാണല്ലോ TV പ്രസാദ്. ഗുഡ് മോർണിംഗ് അരുൺ. ഉറപ്പായും ഇത് ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് തന്നെയാണ് അരുൺ. കാരണം ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയ ഒരു മനുഷ്യൻ, അതായത് അടുത്ത ചീഫ് സെക്രട്ടറി പദവിയിലേക്കൊക്കെ വരും എന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹമാണ് ഈ പറയുന്ന രീതിയിൽ ഓഫീസിൽ വരാതിരിക്കുന്നത്. ഈ അതർ ഡ്യൂട്ടി എന്ന് പറയുന്ന OD IAS ഉദ്യോഗസ്ഥർക്ക് ധാരാളം എടുക്കാം, പക്ഷെ അവർക്കെല്ലാം മറ്റ് ചുമതലകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റ് ചുമതലകൾ പലർക്കും ഉണ്ടാവാറുമുണ്ട്. സെക്രട്ടേറിയറ്റിന് പുറത്തുള്ള ചുമതല, അത് ഈ കഴിഞ്ഞ 23 മാസത്തിനിടെ, നമ്മൾ 23 മാസത്തെ അറ്റൻഡൻസ് രജിസ്റ്ററാണ് അരുൺ വിവരാവകാശ പ്രകാരം നമുക്ക് കിട്ടുന്നത്. അതിൽ ഈ കഴിഞ്ഞ മാസം മാത്രമാണ് KFCയുടെ ഒരു ചുമതല അധികമായി ഈ പറയുന്ന ജയതിലക് IASന് കിട്ടുന്നത്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ OD എന്ന് പറഞ്ഞ് അതർ ഡ്യൂട്ടി എടുക്കാനുള്ള ഒരു റൈറ്റും ജയതിലകിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് മുതിർന്ന ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അരുൺ, മാത്രമല്ല ജയതിലക് കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പിന് ഏറെ പ്രസക്തിയുണ്ട്. ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് 4, 5, 6 ദിവസം മാത്രം ഓരോ മാസവും ഹാജരാകുന്ന നിലയിലേക്ക് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ മാറുന്നത് എന്നുള്ളതാണ്. അരുൺ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്, 5 ദിവസം ജോലിയെടുത്താൽ 5 ലക്ഷം രൂപയിലധികം ശമ്പളം കിട്ടുന്ന സർക്കസ് ഒരുപക്ഷെ കേരളത്തിൽ മാത്രമേ നടക്കൂ എന്നുള്ളതാണ്. അതിൻ്റെ രേഖകളാണ് അരുൺ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം കിട്ടിയതാണ്. പ്രസന്റായ ഡേറ്റ് P എന്ന് പറഞ്ഞ് വ്യക്തമായി അതിൽ മാർക്ക് ചെയ്ത് നമ്മൾ കാണിക്കുന്നുമുണ്ട്. 2023 ജനുവരിയിൽ അരുൺ 6 ദിവസമാണ് ജോലിയിൽ പ്രവേശിച്ചത്. തൊട്ടടുത്ത മാസം അത് വലിയ അളവാണ്, 10 ദിവസം പങ്കെടുക്കുന്നുണ്ട് ജോലിയിൽ, അറ്റൻഡൻസ് ഉണ്ട്. മാർച്ച് ആകുമ്പോഴത്തേക്ക് 2023 വെറും 5 ദിവസം. അങ്ങനെ പോയി ആ വർഷം അവസാനിക്കുന്ന 2023 ഡിസംബറിൽ അരുൺ വെറും 4 ദിവസം മാത്രമാണ് ജയതിലക് ജോലിയിൽ. ഒരു സംശയം TV പ്രസാദ്, ഈ 4 ദിവസം കഴിഞ്ഞ് ബാക്കിയുള്ള 26 ദിവസം പോട്ടെ, ഞായറാഴ്ചകൾ കളഞ്ഞാൽ 22 ദിവസം ഈ ചങ്ങാതി എവിടെയായിരുന്നു? അതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അത് തന്നെയാണ് സർക്കാർ അന്വേഷിക്കുകയും ചെയ്യേണ്ടത്. അതായത് ഇത്രയും ഗൗരവമുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ വെറും 4 ദിവസവും 5 ദിവസവും 6 ദിവസവും മാത്രം ഓഫീസിലിരുന്ന് ബാക്കിയുള്ള സമയം എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിൽ ചില സംശയങ്ങളുമുണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു അരുൺ. കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത് പ്രേക്ഷകരെ കാണിക്കാൻ മാത്രമുള്ള വ്യക്തമായ തെളിവുകളില്ല. പക്ഷേ എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ നല്ല ധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും ഇതൊരു ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ്. കാരണം നമ്മുടെ പെൻഷൻ മുടങ്ങി നിൽക്കുന്ന സാഹചര്യം, അംഗനവാടി ടീച്ചർമാർക്ക് പോലും പണം കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, അങ്ങനെ ഒരു സമയത്താണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥന് വെറും 4 ദിവസവും 5 ദിവസവും മാത്രം ജോലി ചെയ്ത് 5 ലക്ഷത്തിലേറെ ശമ്പളം കൊടുക്കേണ്ട നിലയിലേക്ക് കേരള സംസ്ഥാനം മാറുന്നത് എന്നുള്ളതാണ് അരുൺ. അതായത് 23 മാസത്തെ കണക്കുകൾ എടുത്തപ്പോൾ ജയതിലക് ജോലിയിൽ ഹാജരായത് വെറും 190 ദിവസമാണെന്ന് ഇത് കണക്ക് കൂട്ടി നോക്കിയാൽ ആർക്കും മനസ്സിലാകാൻ കഴിയും. നമ്മള്
പല സെക്രട്ടറിമാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇതൊരു അസാധാരണമായ കണക്കായിട്ടല്ലേ അവരും നമ്മളോട് പറയുന്നത്. ഒരു കാരണവശാലും 10-ൽ താഴെ അറ്റൻഡൻസ് ഉണ്ടാവേണ്ട സാഹചര്യമില്ല. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരൊക്കെ നവകേരള സദസ്സൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ സെക്രട്ടറിമാർ യാത്ര ചെയ്യുന്നുണ്ടാവും. അങ്ങനെ മന്ത്രിമാർക്കൊപ്പമോ മുഖ്യമന്ത്രിക്കൊപ്പമോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ 1-2 മാസങ്ങളിൽ 2-3 ദിവസമേ ഓഫീസിൽ വരാൻ പറ്റൂ. ബാക്കി സമയം അവർ പ്രവർത്തിക്കുന്നത് മന്ത്രിമാരുടെ ഒപ്പമായിരിക്കുമല്ലോ. അങ്ങനെയൊന്നും അല്ലല്ലോ ഇപ്പോൾ ഈ ജയതിലക് പ്രവർത്തിച്ചത്. ഒരു മന്ത്രിയുടെയും പ്രത്യേകിച്ച് ചുമതലയൊന്നും അദ്ദേഹത്തിനില്ലല്ലോ. മന്ത്രിയുടെ യാത്രാ പര്യടന വേളയിലൊന്നും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുമില്ല. അതാണ് അരുൺ പറഞ്ഞതാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് അതർ ഡ്യൂട്ടി എന്ന ഓടി രേഖപ്പെടുത്തണമെങ്കിൽ അതിൽ ചില നിബന്ധനകളും ചട്ടങ്ങളും എല്ലാം ഉണ്ട്. അരുൺ പറഞ്ഞതുപോലെ മന്ത്രിമാർക്കൊപ്പമുള്ള സഞ്ചാരം, അതുപോലെ തന്നെ മറ്റു പുറത്തുള്ള മീറ്റിങ്ങുകൾ, മറ്റു പുറത്തുള്ള ചുമതലകൾ, അതിനെല്ലാമാണ് ഓടി എന്ന് രേഖപ്പെടുത്താൻ കഴിയുക. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് അരുൺ. അതായത് ഈ 23 മാസത്തിനിടെ അവസാനത്തെ 1-2 മാസം, അതായത് KFCയുടെ ചുമതലയുള്ള ആ ഒരൊറ്റ അധിക ചുമതല ഉണ്ടായത് അവസാനത്തെ 2 മാസം മാത്രമാണ്. ബാക്കി 21-22 വിശദമായി പരിശോധിക്കാൻ ടി വി പ്രസാദ് വലിയ വാർത്തയാണ് ഇപ്പോൾ